Hi friends, welcome back to my channel. നല്ലൊരു സ്വീറ്റ് റെസിപ്പിയായ ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം 1/2 കപ്പും പിന്നെ 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. അതിനുശേഷം 1/2 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഈ 3 പൊടികളും ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് 1/4 കപ്പ് പാലാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവാവുന്നത് വരെ കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം കയ്യിൽ കുറച്ച് ഓയിൽ തടവി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിനു വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ നന്നായി അലിയുന്നവരെ ഇത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കാം. 2 ഏലക്ക കൂടി ഇതിൽ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഓരോരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങാൻ ആവശ്യമായ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.